Hi friends, Assalamu alaikum. Welcome back to Mirzas World. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോംബോ ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം 2 മാസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കുട്ടിയും ഒക്കെ ഉണ്ടായത് കാരണമായിട്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയാതിരുന്നത്. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും ആയിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ ഇൻഷാല്ലാ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഇന്ത്യൻ ടൈം 6:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾഡ് മോങ്ങിൻ്റെ ഒരു വലിയ ബോട്ടിലും അതുപോലെ തന്നെ 2 ചെറിയ ബോട്ടിലും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ CD മാർക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് വരച്ചെടുക്കാനുള്ള പിക്ചർ നമ്മൾ ബോട്ടിൽ ഓൾറെഡി വരച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് പെയിൻറ്റിൽ നിന്നും കിട്ടുന്ന ആ ഒരു ബ്ലാക്ക് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള കുറച്ച് ഡിസൈൻസാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. വലിയ ബോട്ടിൽ നമ്മൾ ഒരു ഫ്ലവറും അതിൻ്റെ ലീഫും അതുപോലെ തന്നെ ആ ഒരു ചുറ്റിൽ നിൽക്കുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ സെൻറ്റർ പോർഷനിൽ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ഏരിയ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും നമ്മൾ ഇതുപോലെ സ്ക്വയറും റെക്റ്റാങ്കിളും ആയിട്ടുള്ള ഷേപ്പിൽ ഓരോരോ കോളങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓരോ കോളത്തിലും പല ടൈപ്പ് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെറിയ 2 ബോട്ടിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, അതായത് നമുക്ക് വരച്ചെടുക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഷേപ്പുകൾ നമ്മൾ വരച്ചെടുക്കുകയാണ്. റാൻഡമായിട്ടാണ് ഞാൻ ഇത് വരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ആദ്യം വരച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് തോന്നുന്ന രീതിയിൽ ആ ഒരു ബോട്ടിലിൽ റാൻഡമായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കളർ ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ആ ഒരു മിഡിൽ പോർഷനിൽ വൈറ്റ് കളർ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വൈറ്റ് കളർ അടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പെറ്റാഫിഷ്മോളായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈറ്റ് കളർ അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോട്ട്സ് എഴുതിയിട്ട് നമ്മൾ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് വാട്ടറിൽ നിൽക്കുന്ന രീതിയിലുള്ള ചെടികളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മിഡിൽ പോർഷനിൽ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിം ബോട്ടിലായിട്ടായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ബോട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലാൻഡേണായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു 3D ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കളർ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അതിലൂടെ 6 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ആ കളേഴ്സ് വെച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ റാൻഡമായിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് ചെയ്യാതെ റെഡ്, ഗ്രീന് അല്ലെങ്കിൽ ബ്ലൂ, പിങ്ക് ഇങ്ങനെ 2 കളേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും നമ്മളെ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 3 ബോട്ടിൽ എൻ്റെ മക്കളുടെ സ്റ്റഡി ടേബിളിൽ മണി പ്ലാന്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ബോട്ടിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഒരു ബോട്ടിലിൽ ഒരു വശത്ത് നമ്മൾ കളർ ചെയ്തിട്ടതിന് ശേഷം ആ ഒരു ബോട്ടിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള 2 ബോട്ടിലിനെയും ഓരോ വശത്ത് കളർ ചെയ്തെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം മാത്രം നമ്മൾ അതിനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ ബാക്ക് പോർഷനിൽ കളർ ചെയ്തെടുക്കുക. അല്ലാത്ത പക്ഷം നമ്മളത് ചെയ്തെടുക്കുന്ന സമയത്ത് ആകെ പരന്നിട്ട് വൾഗറായി പോവുക. അപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ ഓരോ വശത്തേക്ക് നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഫുള്ള് കളേഴ്സ് മിക്സ്ഡ് ആയിട്ട് ഒരു ഭംഗിയില്ലാത്ത രീതിയിലായി പോകും. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 6 കളേഴ്സിൽ നിന്ന് 2 or 3 കളേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കളറായിട്ട് കിട്ടും. അങ്ങനെയും നമുക്ക് കളർ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൽ ഞാൻ യെല്ലോയും റെഡും മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള കംപ്ലീറ്റ് കളേഴ്സ് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോസിറ്റീവ് കോഡ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാത്തത് കണ്ടിട്ട് നമ്മളോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ 6:30 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.